വടക്കൻ മലബാറിൽ നിന്നുള്ള വാർത്തകളുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ നിന്ന് നിർണായക വിധി വരികയാണല്ലോ. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് കണ്ണൂർ ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. അപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട്. പ്രാദേശികമായ പല വിഷയങ്ങളും ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ യുവാക്കൾക്കടക്കമുള്ള ഒരു പുതിയ ഊർജ്ജം നൽകാനുള്ള ഒരു ശ്രമവും ഉണ്ടാകുമോ? വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷിംജിത മുസ്തഫയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടുമോ എന്നുള്ളത്. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നേരിട്ടുവെന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഈ പ്രതിക്കെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ കുന്നമംഗലം കോടതി അവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഒരുപക്ഷെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയാൽ പ്രതി പുറത്തിറങ്ങി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു കോടതി ഈ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് അവർ മേൽക്കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ ജില്ലാ കോടതി അവർക്ക് ജാമ്യം നൽകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് അപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നെങ്കിലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേൾക്കുന്നതിനായി കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ഷിംജിത മുസ്തഫയുടെ വീഡിയോയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്ന ഒരു കാര്യം. പോലീസ് കോടതി അറിയിച്ചിട്ടുള്ള ഒരു കാര്യവും ഇത് തന്നെയാണ്. കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ച ശേഷം അന്വേഷണ സംഘം ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി കോടതി ഈ കേസ് പരിഗണിക്കും. അപ്പോൾ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അത് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗത്തിലേക്കുള്ള കടന്നുവരവാണ് യാത്രയിലൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് പൊതുവിൽ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം. അപ്പോൾ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. 5 ഇടത്താണ് യാത്രയ്ക്ക് ഇന്ന് സ്വീകരണമുള്ളത്. തലശ്ശേരി, പാനൂർ, മട്ടന്നൂർ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി എന്നീ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലൂടെയും ഈ യാത്ര കടന്നു പോവുക. കാരണം LDF-ന് വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വിമർശനം കടുപ്പിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നീങ്ങാൻ സാധ്യത. അവിടെ ഇന്ന് പ്രമുഖ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി, ഷാഫി പറമ്പിൽ, സണ്ണി ജോസഫ്, CP ജോൺ, K സുധാകരൻ എന്നീ ആളുകൾ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും കണ്ണൂർ ജില്ലയിലേക്ക് ഇന്ന് യാത്ര പ്രവേശിക്കുന്നു. 5 ഇടത്താണ് ഇന്ന് യാത്രയ്ക്ക് സ്വീകരണമുള്ളത്. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.